അഹ്ലുസുന്നയുടെ ഏറ്റവും വലിയ പ്രത്യേകത അഹ്ലുസുന്ന തന്നെയാണ്. എന്താണ് അഹ്ലുസുന്ന? അതാണ് ദീൻ. ദീനുൽ ഇസ്ലാമിന് പിൽക്കാലഘട്ടത്തിൽ അവാന്തര വിഭാഗങ്ങൾ വന്നപ്പോൾ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ കൊടുത്ത മറ്റൊരു പേരാണ് എന്ത്? അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇത് പുതിയ ഒരു പേരല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഏത് വിഭാഗങ്ങൾക്കെതിരെ? റാഫിളത്ത്, ഖദരിയത്ത്, മുർജിയത്ത്, മുഅ്തസിലത്ത്, ആ വിഭാഗങ്ങളിൽ നിന്ന് ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൊടുത്ത പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇപ്പോൾ പല ആളുകളും ഞങ്ങളും അഹ്ലുസുന്നയാണെന്ന് പറയുന്നുണ്ട്. അത് പറ്റൂല. എന്തുകൊണ്ട്? മുഅ്തസിലത്തിന്റെ പല വാദങ്ങളും ഇന്ന് കൈവശമുള്ളവർ നമ്മുടെ നാട്ടിലുണ്ട്. അവരെങ്ങനെ ഞങ്ങൾ അഹ്ലുസുന്ന എന്ന് പറയാ? നിങ്ങൾ എന്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ നിർത്താം. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അതായത് ഇന്നിപ്പോ നമ്മുടെ നാട്ടിലെ പല വിഭാഗങ്ങളും പറയുന്നുണ്ട് എന്ത്? ഞങ്ങളും ആരാണ്? അതെങ്ങനെ പറയാ? മുഅ്തസിലത്ത്, റാഫിളത്ത്, ഖദരിയത്ത്, മുർജിയത്ത് പോലെയുള്ള ആളുകളുടെ താല്പര്യത്തെ മറികടന്നുകൊണ്ട് അവര് രംഗത്ത് വന്നപ്പോൾ ഹക്കായ ദീനിന് സ്വഹാബത്ത് താബിഈങ്ങൾ കൊടുത്ത പേരാണ് എന്ത്? അതാണ് അഹ്ലുസുന്ന. അപ്പോൾ ഈ വാദങ്ങൾ കൈവശം വെക്കുന്നവർ അഹ്ലുസുന്ന ആവൂല. ഉദാഹരണം പറയാ, ചില ഉദാഹരണങ്ങൾ. ഒന്ന്, ഖബർ ശിക്ഷയെ നിരാകരിക്കുന്നവർ. മുഅ്തസിലത്തിന്റെ രീതിയിൽപ്പെട്ട ഒന്നായിരുന്നു എന്ത്? ഖബർ ശിക്ഷയെ നിരാകരിക്കുക. ഖബർ ശിക്ഷ കൃത്യമായി അംഗീകരിക്കുന്ന ഒരു വിഭാഗം ബഹുമാനപ്പെട്ട കേരളത്തിൽ സുന്നി എന്ന് പറയുന്ന അഹ്ലുസുന്നയാണ്. മറ്റൊരു ഒളിഞ്ഞും തെളിഞ്ഞും അതിനെ ആക്ഷേപിക്കും. ഒളിഞ്ഞും തെളിഞ്ഞും ആക്ഷേപിക്കും. ഇപ്പോൾ പലരും കയർത്ത് മുന്നോട്ട് വന്നു. വലിയ ആപത്തിലേക്ക് നീങ്ങാൻ പോകുന്ന സമുദായം മുണ്ടാതെ ഇരുന്നാൽ ഉത്തരവാദികളോ? വലിയ ആപത്തിലേക്ക് സമുദായം പോവാണ് മിണ്ടാതിരുന്നാൽ. ഇദാ ലഹറത്തിൽ ബിദഉ വസക്കത്തൽ അലി. നീ വേറൊന്ന് പറയാ. ഖദരിയത്ത് ഈമാന്റെ 6ാമത്തെ കാര്യം നിഷേധിച്ച കൂട്ടരാണ്. അല്ലാമ മൗദൂദിയുടെ തെറ്റിദ്ധരിക്കപ്പെട്ട മതം അടക്കമുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഈമാൻ കാര്യം 5ആയിട്ടാണ് എണ്ണിയത്. ഇത് അഹ്ലുസുന്നയുടെ രീതിയല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അഹ്ലുസുന്നയുടെ രീതിയിൽ ഈമാൻ എത്ര കാര്യമാണ്? 6ആണ്. അപ്പോൾ ഇന്നത്തെ വഹാബിക്കോ ജമാഅത്തുകാരനോ ഞങ്ങൾ അഹ്ലുസുന്നയാണെന്ന് പറയാൻ പറ്റൂല. ഷിയാക്കൾ അഹ്ലുസുന്ന എന്ന് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? അവർ ശൈഖൈനി ആക്ഷേപിക്കുന്നവരാണ്. ആരാണ് ശൈഖൈനി? മഹാനായ സയ്യിദ്ന സിദ്ദീഖ്, സയ്യിദ്ന ഫാറൂഖ്, അല്ലാഹു അവരുടെ ദറജ എത്തി കൊടുക്കട്ടെ. ചിന്തിക്കണം. അപ്പൊ ഇന്നിപ്പോ എല്ലാവരും പറയാം ഞങ്ങൾ അഹ്ലുസുന്നയാണ്. അതിൽ പ്രശ്നമില്ല. ആർക്കും പ്രശ്നമില്ല. ആർക്കും പ്രശ്നമില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം ഞാൻ പറയാം. നിങ്ങളെല്ലാവരും കേൾക്കാൻ പറ്റിയ സുഖമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഞാനിത് പറയാൻ പോവാണ്. ഇനിയിപ്പോ നമ്മൾ ഇങ്ങനത്തെ ഒരു വേദിയിൽ കണ്ടോളൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾ 2 കൂട്ടരും കൂടി യോജിച്ചിട്ട് താല്പര്യം എന്ത് പറയാൻ ഈ ജാതി പണ്ടാരത്തിനെ കൊണ്ടുവരുത്ത എന്നും പറഞ്ഞേക്കാം. ഏതായാലും ഇപ്പൊ അയാൾ പറഞ്ഞു പോയതൊക്കെ കേട്ടില്ലേ? ഇനി പാപ്പങ്ങൾ കോൽക്കോ എന്ത് പറയാൻ കൊണ്ടെന്ന് പെട്ടതാണ്. ഇത്തരൊന്നും പൊല്ലാപ്പുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനിക്കാം. അപ്പൊ ഉള്ള അവസരം ഞാൻ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാം. ഇന്നെനിക്ക് വിളിച്ചോളുന്ന ആവശ്യമല്ല. ഞാനൊരു പ്രസംഗ തൊഴിലാളിയല്ല. രാജാവിനെ പോലെ ജീവിക്കുന്ന ആളായി ഒരു പ്രസംഗിക്കേണ്ട ആവശ്യം റബ്ബിനെ സഹായിക്കാൻ ഇല്ല. അതൊന്നും എൻ്റെ പ്രൊഫഷനല്ല. ഞാൻ അള്ളാന്റെ ദീനിന് വേണ്ടി നിങ്ങളെ പോലെ ഒക്കെ മുഅ്മിനായി മരിക്കണം എന്ന് മാത്രമേ എനിക്ക് ഇപ്പോൾ ആവശ്യമുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ ദുആ ചെയ്യും. നിങ്ങൾക്കൂടി ഞാൻ ദുആ ചെയ്തൊക്കെ അഭിപ്രായങ്ങളൊന്നും ഉണ്ടായാൽ പരസ്പരം തെറ്റിപ്പിരിയാനുള്ള സാഹചര്യങ്ങൾ അല്ല. അഭിപ്രായ കേടുകൾ പറഞ്ഞാൽ അഭിപ്രായം യഥാർത്ഥ അഭിപ്രായത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. നിങ്ങൾ പറയണെന്നെ ഞാൻ പറയണമെന്നും ഞാൻ പറയണെന്നെ നിങ്ങൾ പറയണമെന്നും നമ്മൾ 2 കൂട്ടരും വാശി പിടിക്കരുത്. ചിലപ്പോൾ അങ്ങോട്ടും കൂടെ ഒക്കെ മാറ്റി പറയും. എന്നാലും നമ്മളെ ബൗണ്ടറി ഒന്നെ, നമ്മളൊക്കെ ഒന്നാണ്. അത് അഹ്ലുസുന്നയാണ്. നമ്മുടെ പ്രസ്ഥാനം സമസ്തയാണ്. അള്ളാഹു അതിന്റെ ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. ഞങ്ങൾക്ക് സംഭവം പറഞ്ഞു. ഈ അടുത്ത ദിവസം ഒരു മലയാളിയായ ഒരു മൗലവി മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ് ഫാത്തിമ ബീവിയെ കൊന്നത് എന്ന് കേരളത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. മിണ്ടാട്ടെ, ഒരാൾ മിണ്ടില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എവിടെയപ്പ എത്തിയത്? അതായത് ഞാൻ ഞാൻ കുറ്റം പറയാൻ വിചാരിക്കരുത്. ഒരു തരം നിസ്സംഗത, പ്രതികരണമില്ലായ്മ, പ്രത്യേകിച്ച് സുന്നികളെ അത് ബാധിച്ചു കഴിഞ്ഞു.
വഹാബികളെ അത്ര ബാധിച്ചിട്ടില്ല. വഹാബികൾ ഇതിനൊന്നും മിണ്ടിയിട്ടില്ലെങ്കിലും വഹാബിക്കെതിരെ പറഞ്ഞ ചൂടാവും. സുന്നികൾക്ക് നിസ്സംഗത വന്നു കഴിഞ്ഞു. സുന്നികൾക്ക് ആരാണ് ഈ ഇറച്ചിക്കോയി വല്ലാതെ തിന്നാൻ കൊടുത്തിട്ട് പറ്റ നപുംസംഗങ്ങളാക്കി മാറ്റിയത് സുന്നികളെ എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ അങ്ങനെയല്ല പ്രതികരിക്കും. ഇത് ആരെപ്പ പറഞ്ഞത്? ആരെപ്പറ്റിയപ്പോ പറഞ്ഞത്? നിങ്ങൾ ചിന്തിക്കുക. കുറെ ആയി പറയുന്നത്. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വളരെ മോശമായിട്ട് പറഞ്ഞു. കൊന്നു. ആരെ? സിദ്ദീഖും ഫാറൂഖും കൂടിയാണ് ആരെ കൊന്നത്? ഫാത്തിമ ബീവിയെ കൊന്നതിന് ഒരു മൗലവി മലയാളത്തിൽ പ്രസംഗിച്ചു. എന്നെ അതൊരാൾക്ക് പറഞ്ഞൂടെ? പറയാം, അയാളെ നയം. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതൊന്നല്ല. ഇതിന്റെ താഴെ 100 കണക്കിന് കമന്റ്സുകൾ ഉണ്ട്. ഈ കമന്റ്സ് മുഴുവൻ അയാൾക്ക് പോസിറ്റീവാണ്. മൗലവിയുടെ ശ്രമങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. മുസ്ലിയാക്കന്മാരെ കള്ളത്തരങ്ങളിൽ നിന്ന് സമുദായത്തെ രക്ഷിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താ അവസ്ഥ? ഇതിവിടെ 50 കൊല്ലം മുമ്പ് ഈ ചിന്ത ഉള്ളവർ, ഇത് അടിസ്ഥാനപരമായി ഷിയ ചിന്തയാണ്. ഇത് ഷിയ. ആരും പ്രതികരിച്ചില്ല. ഷിയ അല്ലാത്തവനെ പിടിച്ച് ഷിയാക്കും. എന്നെ പറ്റി പറയാ ഷിയ കാസിം. എന്തേ ഓൾക്ക് പറ്റി പറയില്ല? അലി ബിൻ അബി ത്വാലിബിന്റെ മുഖത്തേക്ക് നോക്കൽ ഇബാദത്താണെന്ന് മുസ്തഫ നബി പറഞ്ഞത് ഒരുപാട് മുഹദ്ദിസുകൾ സ്വഹീഹായ ഹദീസാണെന്ന് അഹ്ലു സുന്ന അംഗീകരിക്കുന്ന വളരെ പ്രാമാണികമായ ഹദീസാണതെന്ന് ഞാൻ വളരെ കൃത്യമായി സമർത്ഥിച്ചിട്ടുണ്ട്. കിതാബുകൾ ഈ വിഷയത്തിൽ കിതാബുണ്ട്. അഹ്ലു സുന്നയുടെ ഇമാമിയങ്ങൾ കിതാബ് എഴുതിയിട്ടുണ്ട്. ഏത് വിഷയത്തിൽ? അന്നദുറു ഇലാ വജ്ഹി അലിയിൻ ഇബാദ. അലി ബിൻ അബി ത്വാലിബിന്റെ മുഖത്തേക്ക് നോക്കൽ ഇബാദത്താണെന്ന വിഷയത്തിൽ നിങ്ങൾ ബേജാറാകൊന്നും വേണ്ട. ഞാനല്ലേ പറയണത്? തെളിവുണ്ടാക്കണ ഞാനല്ലേ? നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾക്ക് എന്നെ പേടിയുണ്ടോ തോന്നുന്നു. എനിക്ക് നിങ്ങൾ ഈ പൂച്ച ഇരിക്കുമ്പോൾ ഇരിക്കണ്ട് ഈ ചില മോത്തേക്കൊക്കെ തിരിയും പേടിച്ചിട്ടുണ്ട്. നിങ്ങളതിനെ പേടിക്കണം. ഞാൻ പറയും എന്തിനാണ് പേടിച്ചത്? ഞാനല്ലേ പറഞ്ഞു അലിയാരെ മുഖത്തേക്ക് നോക്കൽ ഇബാദത്താണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞതായി ഹദീസ് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു അടക്കം ഉദ്ധരിക്കുകയും അഹ്ലു സുന്നയുടെ ഇമാമിയങ്ങൾ അത് സ്വഹീഹായ ഹദീസാണെന്ന് കൃത്യമായി അരക്കിട്ടുറപ്പിച്ച് ഈ വിഷയത്തിൽ മാത്രം കിതാബ് എഴുതുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഈ ഹദീസ് ഞാൻ ഉദ്ധരിച്ചു എന്ന കാരണത്താൽ ഒരു 8-10 കൊല്ലം മുമ്പേ ഞാൻ എന്ത് പറഞ്ഞാലും ഷിയ കാസിമിയാണ് എന്ന് പറയും. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ജ്യൂസ് കൊണ്ട് കുറച്ച് അനാരോഗ്യ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ജ്യൂസുൽ കാസിമിയാണ് എന്ന് പേര്. അത് ജ്യൂസ് കുടിക്കുന്നവർക്ക് അനാരോഗ്യം ഉണ്ടാവുന്ന കേരളത്തിലെ അന്തുള്ള ഡോക്ടർമാർ മുഴുവൻ പറഞ്ഞു. അതിനെപ്പറ്റി വിരോധമല്ല. അതിനെപ്പറ്റി ജ്യൂസുൽ ഡോക്ടർ എന്ന ഡോക്ടറെ വിളിക്കൂല. സോഷ്യൽ മീഡിയയിൽ 100 കണക്കിന് ഡോക്ടർമാർ പറയുന്നുണ്ട് എന്ത് ജ്യൂസ് കുടിച്ചാൽ ഏത് സാധനവും ചില സാധനങ്ങളുണ്ട് അത് അങ്ങനെ തന്നെയാണ് തിന്നണം. അതിൽപ്പെട്ട സാധനമാണ് ഫ്രൂട്ട്സ്. റെഡി ടു ഈറ്റ് ആണ് ഫ്രൂട്ട്. ഞാൻ ഒന്നുമില്ല, റെഡി ടു ഈറ്റ്. മനസ്സിലായില്ല? ഒരു പ്രിപ്പറേഷൻ വേണ്ട. നേരം വയ്ക്കോ ശ്രദ്ധിക്കണം. റെഡി ടു ഈറ്റ്. അല്ലാഹു ഫ്രൂട്ടിനെ പടച്ചത് പ്രിപ്പറേഷൻ ഇല്ലാതെ. തൊലിക്കേണ്ടാത്തത് തിന്നുക. ഹെൽത്തി ഫുഡാണ് എന്ത്? ഫ്രൂട്ട്. പക്ഷെ ഇതൊന്നും ചേർക്കാൻ പാടില്ല. റെഡി ടു ഈറ്റ്. അത് മനസ്സിലായില്ല? ഒരു ഡിവൈൻ പ്രൊഡക്റ്റ് ആണ്. ഞാനൊന്നും എല്ലാം ഡിവൈൻ പ്രൊഡക്റ്റ് ആണെങ്കിലും അതിന്റെ അത് പ്രിപ്പേർഡ് ആണ്. അത് അങ്ങനെ തന്നെ പടച്ചോൻ സംവിധാനിച്ചതാണ്. എന്തിനെ? ഫ്രൂട്ടിനെ റെഡി ടു ഈറ്റ്. എടുക്കാൻ തിന്ന. പിന്നെ അതിലേക്ക് എന്ത് കൂട്ടിയാലും അത് അനാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. 41 നിലമ്പൂർ ഭാഗത്ത് ക്യാൻസർ അധികരിച്ചപ്പോൾ 41 മഹല്ലിലെ ഖാദിമാരുടെ ഒരു സംഘടന, ഖാദിൽ ഖുലാത്ത് സംഘടന എന്റെ അടുത്ത് വന്ന് പറഞ്ഞു നാട്ടിൽ പലർക്കും ക്യാൻസർ മറ്റും അധികരിക്കാൻ നമ്മുടെ നാട്ടിൽ. അപ്പൊ ഒരു ആരോഗ്യ ക്ലാസ് നിങ്ങൾ എടുത്തു തന്നാൽ നല്ലൊരു കാര്യമായിരുന്നു എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അപ്പൊ ആയിക്കോട്ടെ, ഞാൻ ആയിക്കോട്ടെ വരാൻ. എല്ലാവരും 41 നിങ്ങളെ കാളിയന്മാരെല്ലാവരും ഉണ്ടാകണം, ഖതീബന്മാരുണ്ടാവണം, എന്നാ ഞാൻ പ്രസംഗിക്കാം എന്ന് പറഞ്ഞ് നോട്ട് എഴുതിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് നടത്തിയതാണ് എന്ത്? ആ ആരോഗ്യ ക്ലാസ്. അതിൽ 1.5 മിനിറ്റ് പറയുന്നതാണ് എന്ത്? ഫ്രൂട്ടിനെ കുറിച്ച് പറയുന്ന സംഗതി.
അതിന്റെ പേരിൽ ഉണ്ടാക്കിയ പൊന്നാക്കിന് കയ്യും നടക്കില്ല. അതേ സമയത്ത് ഫ്രൂട്ടായി കഴിക്കണം, ജ്യൂസായി കഴിക്കരുത് എന്ന് പറയുന്ന നൂറുകണക്കിന് ഡോക്ടർമാർ, പ്രത്യേകിച്ച് നാച്ചുറോപ്പതി ഡോക്ടർമാർ കേരളത്തിലുണ്ട്. ഈ വഹാബികൾ അവർക്കെതിരെ ഒരു അലീഫ് മിണ്ടൂല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പറയാ അത് ജൂസുൽ ഖാസിമിയാണ്. പിന്നെ ഷിയാക്കിന്റെ ഇപ്പൊ രണ്ട് എനിക്ക് മേശറയിൽ അൽഹംദുലില്ലാഹ് മിക്കവാറും നമുക്ക് കാണാം. അവിടുന്ന് ഇതിനൊക്കെ തീരുമാനം ഉണ്ടാക്കാതെ ഏതായാലും സിറാത്ത് പാലം കിടക്കൂല. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ ഇതൊന്നല്ല പറയണത്. ഈ മനുഷ്യൻ ഇത് പറഞ്ഞിട്ട് എത്ര ദിവസമായി മിണ്ടിയില്ല, ഒരാൾക്കും മിണ്ടാത്തില്ല. ആരെ കൂടെ മോശാക്കി? എന്തിനാ ഉടുത്ത് നടക്കണത്? എന്തിനാ തൊപ്പിട്ട് നടക്കണത്? സിദ്ദീഖുൽ അക്ബറിനെ മോശാക്കി എന്തിനാണ് ജീവിക്കണത്? താലിയിൽ 25 മീറ്റർ പിന്നെ എന്തിനാ കെട്ടണത്? നിങ്ങൾ ഇങ്ങനെ വിളിക്കണ്ട. എന്തിനാ സിദ്ദീഖുൽ അക്ബറാണ് ഫാത്തിമ ബീവിയെ കൊന്നതെന്ന് പറഞ്ഞിട്ട് ദിവസം എത്രയായി? മിണ്ടിയോ? അതല്ല പ്രശ്നം, അത് പ്രശ്നമാണ്. അത് അയാൾ പോയിക്കോട്ടെ. പക്ഷെ തെറ്റിദ്ധരിച്ചതാരാ? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുണ്ടോ? ഉമ്മത്ത് നൂറുകണക്കിന് കമന്റുകളാണ് താഴെ. എന്താ കമന്റ്? മലബാറിലെ, മലപ്പുറത്തും കോഴിക്കോട്ടുള്ള ബാല്യക്കാരെ മുസ്ലിം നാമധാരികളെ കമന്റ്. എന്താ കമന്റ്? മൗലവിയുടെ ശ്രമം തുടരുക, അഭിനന്ദനങ്ങൾ. പൗരോഹിത്യ മതം തകർക്കുക, മുസ്ലിംമാരുടെ കള്ളത്തരങ്ങൾ വെളിച്ചത്താക്കുക. അപ്പൊ ആരും ഇവിടെ മോശം. പിന്നെന്താ നിസ്കരിക്കണത്? സിദ്ദീഖുൽ അക്ബറിനെ മോശാക്കിയിട്ട് എന്തിനാ നിസ്കരിക്കണത്? പിന്നെന്താ നിസ്കാരം? ഇതാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മളെ ബാധിച്ചു കഴിഞ്ഞു. ഇതിന്റെ പിന്നിൽ ആരോ വർക്ക് ചെയ്തിട്ടുണ്ട്. നിസ്സംഗത. ഇത് വളരെ ദുരന്തം കൊണ്ടുവരും സമുദായത്തിന്. ദുരന്തം തന്നല്ലോ. അതായത് ഇതൊക്കെ കേട്ടിരിക്കാൻ നമ്മൾ നിർബന്ധിതരായാൽ ഇനിയിപ്പോ എന്തു പറയാലോ? നല്ല ഉഷാറിലിരിക്കാൻ ഞങ്ങൾക്ക് രഹസ്യം. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്നാൽ ഒരു കാലത്ത് 100% മതമുള്ള രാജ്യങ്ങളാണ്. ഏതാ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ? നോർവേ, സ്വീഡന്. നിങ്ങളിന്റെ കൂടെ ഇല്ലേ? ഇപ്പൊ തന്നെ മൊബൈൽ ഉണ്ടാവും, നെറ്റിൽ അടിച്ചു നോക്കി. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഈ അടക്കമുള്ള രാജ്യങ്ങളൊക്കെയാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ പോലെ 100% മതമുണ്ടായ രാജ്യങ്ങൾ ഏകദേശം 18-19 നൂറ്റാണ്ടിന്റെ പകുതി വരെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ മതനാമം 100%, മതം 2%, 98% നിരീശ്വരവാദിയാണ്. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ല. ചർച്ചിൽ പോയി വിവാഹിതരാവും, പക്ഷെ അവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ല. ഇതിനാണ് യൂറോപ്പിന് വായിക്കൽ. ഞാൻ ഈ അടുത്ത കാലത്ത് യൂറോപ്പിന്റെ വായന വളരെ നിരുത്സാഹപ്പെടുത്തുന്ന പ്രഭാഷകനാണ്. എന്തുകൊണ്ട്? എന്റെ അപകടം മനസ്സിലാക്കി. യൂറോപ്പിൽ നിന്ന് കൊണ്ടുവരുന്നത് മുഴുവൻ ചതിയായിരിക്കും എന്ന പ്രത്യക്ഷ ഫോർമാലിറ്റീസ് ഉണ്ടാവും. ഒന്നും കൂടി പറയാ, അതായത് ഏകദേശം 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ക്രിസ്തു മതം യൂറോപ്പിൽ വരുന്നത്, കോൺസ്റ്റാന്റിന്റെ കാലഘട്ടത്തിൽ. അതിനുശേഷം റോമ, പ്രത്യേകിച്ച് ഹോളി റോമൻ എംപയർ വന്നു, ബൈസന്റിയൻ റോമൻ എംപയർ വന്നു. 14-ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം 18-ാം നൂറ്റാണ്ടിന്റെ അവസാനമോ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കമോ വരെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ 100% മതവാദികളാണ്. 100%. എന്നാൽ ഇന്ന് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ അവസ്ഥ ഒന്ന് ഇന്ന് നോക്ക്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ അവസ്ഥ, മതമുള്ളവർ 100% ആളുകൾക്ക് മതനാമങ്ങളാണ്. പക്ഷെ മതം 2% ആളുകളെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നുള്ളൂ. നോർവേയിൽ 100% ഒരു മതനാമമുള്ള ആളുകളാണ്, പക്ഷെ ദൈവമുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നത് 2%. ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല, അതൊരു മിത്താണ് എന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കായ ആളുകൾ ഉണ്ട്. എവിടെ ഉണ്ട്? യൂറോപ്പിലുണ്ട്. ഇപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ, ഫ്രാൻസ് ഒക്കെ ഉണ്ട്, ഇറ്റലിയിൽ ഒക്കെ ഉണ്ട്. ഇറ്റലിയാണല്ലോ സത്യം ഒരു നേരത്ത് ഒരു യൂറോപ്യൻ മതത്തിന്റെ ഒരു കേന്ദ്രം എന്ന് പറയുന്ന ഇറ്റലിയാണ്. പക്ഷെ ആ ഇറ്റലിയുടെ നിലവിലുള്ള സാഹചര്യം വളരെ അപകടകരമാണ്. ഈ അവസ്ഥ ഹബീബ് റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്?
അവർക്ക് നിങ്ങൾ ചെരുപ്പിന് ചെരുപ്പൊപ്പിക്കും. ഹബീബായ റസൂലുള്ളാഹ് ജനിക്കുന്നത് 570-632. അക്കാലത്ത് മതപരമായ സമൂഹത്തിൽ ശത്രുതയുള്ള ഒരൊറ്റ ജനത ബൈസന്റൈൻ റോമൻ എംപയർ ആണ്. അന്ന് യൂറോപ്പിൽ ഹോളി റോമൻ എംപയർ ഇല്ല. ഹോളി റോമൻ എംപയർ വരുന്നത് പിന്നെ 10th സെഞ്ചുറിയിലാണ്, AD. ഹബീബായ റസൂലുള്ളാഹിയുടെ കാലത്ത് ബൈസന്റൈൻ റോമൻ എംപയർ ആണ് എല്ലാ പ്രശ്നത്തിന്റെയും പ്രശ്നക്കാര്. ഞാൻ അവരുടെ പ്രശ്നങ്ങളെ തിരുദൂതർ എന്നെ എന്റെ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. വായിച്ചവർക്ക് കൈപ്പൊക്കാം. ഒരാൾ രണ്ടാളുണ്ട്, വായിക്കണം, നിർബന്ധം വായിക്കണം, നിർബന്ധമായും വായിക്കണം. അതൊരു തൗഫീഖാണ്. തിരുദൂതർ എന്ന എന്റെ പുസ്തകം എല്ലാവരും വായിക്കണം. എന്റെ പുസ്തകം വാങ്ങാൻ വേണ്ടി എനിക്ക് പൈസ കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ വാങ്ങിയോന്റെ കയ്യിൽ വാങ്ങി വായിച്ചാൽ മതി. വായിക്കണം. അയാൾ അങ്ങനെ മുതലുണ്ടാക്കണ്ട, കുഴപ്പമില്ല. ബുക്ക് വിറ്റ് മുതലുണ്ടാക്കണേ എനിക്ക് ഉദ്ദേശമല്ല. എനിക്കറിയുന്ന കാര്യം പറയണമെന്നേ ഉള്ളൂ. നേരുവാണ്. എങ്ങനത്തെ നേരാണ്? ഒന്നും 2 എന്ന നേരാണ്. നിർബന്ധം വായിച്ചിരിക്കണം. ഈ പുസ്തകത്തിൽ ബൈസന്റൈൻ റോമൻ എംപയർ അക്കാലത്തെയുള്ള എല്ലാ മൊറാലിറ്റിക്കും എതിരെ നടത്തിയ ശ്രമങ്ങളെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹ് അവരെ സൂചിപ്പിച്ചാകാം ഈ പറഞ്ഞത്. ഏത്? അതായത് യൂറോപ്പിന്റെ കളി നിങ്ങൾ കളിക്കും. ആ കളിപ്പ നമ്മളിലേക്ക് വന്നു. എന്താ ആദ്യ കാലഘട്ടങ്ങളിൽ യൂറോപ്പിന് സംഭവിച്ച എന്താണെന്നാൽ മതപരമായ പ്രശ്നങ്ങളിൽ പൊതുജന ഇടപെടൂല. ഇപ്പൊ നമ്മുടെ നാട്ടില് ഏതൊരു പ്രശ്നം ഉണ്ടായാലും ജന ഇടപെടും. ഉദാഹരണം പറയാം, ഒരു കല്യാണത്തിങ്ങൾ എന്തെങ്കിലും ഒരു മോശത്തരം നടന്നാൽ മദ്രസയിലെ ഉസ്താദുമാർ ഒരാളെ വിളിച്ചോണ്ടരും, അല്ലെങ്കിൽ പള്ളിയിലെ ഖത്തീബിനോട് പറയും, അവിടെ ഞാൻ കുഞ്ഞാമ്മന്റെ കല്യാണത്തിന് തോന്നിയാസം നടന്നിട്ടുണ്ട്, നിങ്ങൾ ഈ ആഴ്ച പറയണം. പറയലില്ലേ? ഇല്ലേ? ഉണ്ട്. പറയും. ചിലപ്പോ തെറ്റിപ്പോയിട്ട് മറ്റേ മാലി ചെയ്യും, ആയിക്കോട്ടെ പോയിക്കോ എന്ന് പറയും. ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരു ബോധവൽക്കരണത്തിന് വേണ്ടി ഒരു പ്രഭാഷണം നടത്തും. ഇതൊക്കെ മുഅല്ലിമീങ്ങൾ മുന്നിൽ നിൽക്കും, സാധുക്കളായ ജനങ്ങൾ ഒപ്പം നിൽക്കും. അപ്പൊ ഒരു തിന്മ വളരാൻ നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ അനുവദിക്കൂല. നിലവിലോ ഈ അവസ്ഥ മാറി. ഇതിനുള്ള ചതിയായിരുന്നു കൊറോണ. കൊറോണയ്ക്ക് ശേഷം ഇതൊന്നുമില്ല. പ്രത്യേകിച്ച് കൊറോണയിൽ ചില ആളുകളുടെ ഒരു ഊർജ്ജസ്വലത പോലും നഷ്ടപ്പെട്ടോ എന്ന് ഭയപ്പെടണം. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഇപ്പൊ ഒന്നുമില്ല. 50 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരാൾ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇതിന്റെ 1% പോലും സത്യത്തിൽ മൗദൂദി പറഞ്ഞിട്ടില്ല. എന്നിട്ട് മൗദൂദിനെ പറ്റി എന്താ നമ്മളെ മുൻഗാമികളുടെ നിലപാട്? ഇപ്പൊ ഈ പറയുന്നതിന്റെ 1% മോശം സ്വഹാബികളെ പറ്റി ആര് പറഞ്ഞിട്ടില്ല. എന്നിട്ട് മൗദൂദിനെ പറ്റി എന്തിനാ മൗദൂദികൾക്ക് തടിത്തിര നീളം നീണ്ടുവാലിഞ്ഞല്ല കീട കുന്നു നെഞ്ചത്തോളം. അവര് താടിയെപ്പോലും നമ്മളെ മുൻഗാമികൾ ആക്ഷേപിച്ചു, മൗദൂദിയെ ആക്ഷേപിച്ചു. ആക്ഷേപിക്കപ്പെടേണ്ട വ്യക്തി തന്നെയാണ്. എന്തുകൊണ്ട്? അഹ്ലുസ് സുന്നയുടെ അടിസ്ഥാനത്തെ ഇല്ലാതാക്കുന്ന വിധത്തിൽ ഇന്ത്യയിൽ ഒരു പുതിയ രീതി കൊണ്ടുവന്നത് മൗദൂദിയാണ്. ടെററിസത്തിന്റെ ബേസ്മെന്റും ഒരു നിലക്ക് മൗദൂദി തന്നെയാണ്. ആ നിലക്ക് നമ്മുടെ ആളുകൾ എത്ര ഊർജ്ജസ്വലമായിട്ടാണ് പറഞ്ഞത്. ഈ പറയപ്പെട്ട ഇത്തരം വ്യക്തികൾ ഇപ്പോഴോ ആർക്കും ഒന്നുമില്ല, ഒന്നും പറയാനില്ല, ആരും ഒന്നും പ്രതികരിക്കുന്നില്ല. പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു. ഉദാഹരണം പറയാം, ഒരു 6 മാസം മുമ്പ് ഒരു വഹാബി നേതാവ് മഹാനായ CM വലിയുള്ളാഹിയെ പറ്റി മോശമായ ഒരു പ്രസംഗം നടത്തി. ഒരു 6 മാസം 8 മാസം മുമ്പ് ലക്ഷക്കണക്കായ ആളുകൾ ആ പ്രസംഗം കേട്ടു. 8 മാസം കഴിഞ്ഞു, ഇന്ന് വരെ ഒരാൾ പ്രതികരിച്ചില്ല. എന്താ പറയുന്നത്? അദ്ദേഹം രോഗം മാറ്റിയിട്ടുണ്ടാകാം. അത് പുട്ടപർത്തിയിലെ സായിബാബയെ രോഗം മാറ്റിയിട്ടുണ്ട്. ആരെ പറ്റിയപ്പോ പറയുന്നത്? ആരെ പറ്റിയാ പറയുന്നത്? സിഎമ്മിനെ പറ്റി. സിഎമ്മിനെ നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടായ സിഎമ്മിന്റെ മക്ബർ സിയാറത്തിന് പോകും. സിഎമ്മിനെ കുറ്റം പറഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇതിനാണ് യൂറോപ്പിന് വായിക്കാൻ. ഇത് യൂറോപ്പിന് വായിക്കാൻ. ഇത് മെല്ലെ മെല്ലെ നമ്മളെ ദീനിനെ തന്നെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്താണ്. ഇതിനപ്പുറം പറയാൻ എനിക്ക് കഴിയും, പിന്നെ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല. ഇതിനപ്പുറം എനിക്കറിയാം, പിന്നെ അത് ഞാൻ ഒറ്റയ്ക്ക് പറയുള്ളൂ. പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയ കേട്ടാൽ മതി. ഞാൻ നിങ്ങളെ മുഖത്ത് പോയി പറയും. ഇതിനൊക്കെ അപ്പുറം പറയാം.
പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് അറിയുകയും ചെയ്യും. വളരെ വലിയ മലബാർ നേരിടുന്ന ദുരന്തങ്ങളെ കുറിച്ച് ചില പ്രഭാഷണങ്ങൾ ഞാൻ അടുത്ത് നടത്തും ഇൻഷാ അല്ലാഹ്. എന്തുകൊണ്ട്? അത് ദുരന്തങ്ങളാണ്. ആ ദുരന്തങ്ങൾ മുന്നോട്ടായി സമാധാനം നശിച്ചു. ഇതിന് എന്താ പറയുള്ളത്? ഇപ്പൊ ഇവിടെ ഞങ്ങളെ മുഖത്ത് നോക്കി പറഞ്ഞ ഈ കാര്യം ഇതിന് എന്താ പറയുള്ളത്? സുന്നികൾ എല്ലാവരും സുന്നികളാണ്. നമ്മൾ CMനെ വേലിൽ നേർച്ച നടത്തും. നമ്മൾ CMന്റെ ആളുകളാണ്. CMന്റെ ഉറൂസുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. മൂല്യന്മാരെ അഞ്ഞപ്പോൾ പോകും. ചോറുണ്ടാവും, ജിയാറത്ത് നടത്താം, ഒക്കെ നടത്താം, ഒക്കെ ക്രിയകളാണ്. പക്ഷേ CMന്റെ നാട്ടുകാരനായ ഒരു വഹാബി വളരെ മോശമായി CMനെ ചിത്രീകരിച്ച് പ്രസംഗിച്ചിട്ട് മാസങ്ങൾ എത്രയും ആരും മിണ്ടിയത്. പിന്നെ നമ്മൾ സുന്നി എന്ന് പറഞ്ഞു നടക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? അതായത് മുൻഗാമികൾക്കുള്ള സൂക്ഷ്മത കൊറോണയ്ക്ക് ശേഷം നമുക്ക് നഷ്ടപ്പെട്ടു. വലിയ വലിയ സ്വാലിഹ്യങ്ങൾ കൊറോണയ്ക്ക് മുമ്പ് തന്നെ മരിച്ചു. കൊറോണ കാലത്തോ കൊറോണയുടെ മുമ്പോ തൊട്ടുമ്പോ ഒക്കെ സ്വാലിഹ്യങ്ങൾ മരിച്ചു. അല്ലാഹു അഅലം. ചില സംഗതികൾ വരും, അതിൽ സ്വാലിഹ്യങ്ങൾ മരിച്ചു പോകുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞത് എന്തോ അല്ലാഹു അഅലം. ചില കാര്യങ്ങളിൽ വലിയ പഠനങ്ങൾ വീണ്ടും നടക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കാൻ നീട്ടുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു, പ്രതികരണ ശേഷി അഹ്ലുസുന്ന വിഭാഗത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. പഴയ കാലത്ത് നേതാക്കൾ, എല്ലാരും കൂട്ടിപ്പിടിക്കേണ്ട നേതാക്കൾ പോലും യാതൊരു മടിയില്ലാതെ കാര്യം പറഞ്ഞു. ബഹുമാനപ്പെട്ട മുത്താക്കയെ പറ്റി പറയാറുള്ള ഒരു എല്ലാവരും അറിയുന്ന ഒരു ചരിത്രം, ഒരു പള്ളിയിൽ സുന്നികൾക്ക് വഖഫ് ചെയ്ത ഒരു പള്ളിയിൽ സുന്നി മുജാഹിദ് തർക്കമുണ്ട്. തിരുരങ്ങാടിക്കടുത്ത്. ചരിത്ര രേഖയുള്ള കാര്യമാണ്, പുസ്തകത്തിൽ രേഖയിൽ കിട്ടും. ഞാൻ വെറുതെ പറയല്ല, എല്ലാവരും അറിയുന്ന കാര്യമാണ്. ചരിത്ര രേഖയിൽ, പുസ്തകങ്ങളിൽ രേഖയിലുണ്ട്. മുത്താക്കയുടെ കാലത്തുണ്ടായ സംഭവം. ഈ സംഭവത്തിൽ വിഷയം പഠിക്കാൻ മുത്താക്കാനെ ഏൽപ്പിച്ചു. അങ്ങനെ മുത്താക്ക പഠിച്ചപ്പോൾ മനസ്സിലായി എന്ത്? പള്ളി അടിസ്ഥാനപരമായി സുന്നിയാളെ പള്ളിയാണ്. അപ്പോൾ മധ്യസ്ഥനായ മുത്താക്ക പറഞ്ഞു, അത് സുന്നിയാളെ പള്ളിയാണ്, അത് സുന്നിയാൾക്ക് വിട്ടുകൊടുത്താളി എന്ന് മുജാഹിദ് വിഭാഗത്തോട് മുത്താക്ക നല്ല പറഞ്ഞു. അപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു, നിങ്ങളെ ഇക്കാക്ക പ്രസിഡന്റായ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളാണ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ശാഖാ കമ്മിറ്റി പിരിച്ചു. നിങ്ങൾ ഇതിന് രണ്ടു കൂട്ടരും ഇടയിൽ തീരുമാനം എടുക്കുന്ന വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പൊ മുത്താക്കാന്റെ മറുപടി, അതിന് പ്രശ്നം എനിക്കില്ല, ഇക്കാക്കാന്റെ പാർട്ടിയിലല്ലേ പിരിച്ചുവിടുക. നിങ്ങൾ ഏതായാലും പിരിച്ചുവിടുമ്പോ കൊടിയും ബോർഡും ബാക്കിയാവുമല്ലോ, അത് ഇവിടെ എത്തിച്ചാൽ ഇക്കാക്കാന്റെ കൂടെ ഞാൻ എത്തിച്ചു കൊടുത്തു. ആ ഇക്കാക്കമാരാണ് നമ്മളെ സമുദായത്തെ കാത്ത്. അവരെല്ലാം നമ്മൾ അഭിമാനിക്കേണ്ടത്. ആ നിലപാടാണ് നമ്മൾ നിലപാട്. അഴക്കൊഴുമ്പൻ സമീപനം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? ദീൻ നമ്മൾ അറിയാതെ നഷ്ടപ്പെട്ടു. ഒരു വീട്ടിൽ ബാപ്പയോടുള്ള ബഹുമാനം, ബാപ്പാന്റെ മുഖത്തൊക്കെ എന്റെ മരണം വരെ ബാപ്പാന്റെ മുഖത്തൊക്കെ അവസാനം പേടിയാ. ഇപ്പോഴും എനിക്ക് ബാപ്പാന്റെ കബറിന്റെ അടുത്തേലും പേടിയാ. കബറിന്ന് എണീറ്റിട്ട് തഞ്ഞു. എന്തുകൊണ്ട്? അങ്ങനെ ശിക്ഷിച്ചു വളർത്തിയതാണ്. അതിന് ഗുണമുണ്ടായി. എന്ത്? മരണം വരെ ബാപ്പാനെ ഇഷ്ടമാണ്, പേടിയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ബാപ്പ മരിച്ചിട്ട് ഏറ്റവും ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്തത് ഞാൻ ബാപ്പാക്ക് വേണ്ടിയാ. എന്തുകൊണ്ട്? മാന്റെ ബാപ്പാന്റെ കൂട്ടത്തിൽ നല്ല ആളെന്നെ, പക്ഷെ എനിക്ക് ബാപ്പ തന്നെയാണ് ശിക്ഷിച്ചതുകൊണ്ട് ഇഷ്ടം ബാപ്പനോട്. ഉമ്മ അങ്ങനെ അടിച്ചിട്ടില്ല. അതുകൊണ്ട് അടിച്ചു വളർത്തിയത്. ഇപ്പൊ നെരിയാണിക്ക് താഴെ വസ്ത്രമൊന്നും ആകാൻ കഴിയൂല. എന്തുകൊണ്ട്? അടി അങ്ങോട്ട് കിട്ടിയതാണ്. അത് അടി കിട്ടിയ ചെറിയ അടിയൊന്നും അല്ല. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് വസ്ത്രം വരുമ്പോഴത്തിന് ഇപ്പോഴും ഒരു ചെറിയ ചൊറിച്ചില. ആ അടി അവിടെ ഇങ്ങനെ കിടക്കണമായിട്ട് തോന്നുന്നു. അപ്പൊ നമ്മളെ ശിക്ഷിച്ച ആ ഉപ്പാനോട് വലിയ ഇഷ്ടം. അത് ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ പല കുടുംബങ്ങളിൽ ഈ ബഹുമാനം, ബാപ്പയോടുള്ള ബഹുമാനം ഇപ്പോൾ നമ്മളെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ബാപ്പാനെ അങ്ങനെ അടിച്ച് എന്താ വർത്താനം ചോദിക്കണം? ഇനി പുതിയ കുട്ടികൾക്ക് ഒരു മടിയും ഇല്ല. സത്യമാണോ അല്ലേ? എന്തേ? ഒരു കയറാണ് പൊട്ടിച്ചപ്പോൾ പിന്നെ കയറൊക്കെ പൊട്ടും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു കയർ പൊട്ടിയ എന്റെ ബാപ്പ എപ്പോഴും പറയും, EK അബൂബക്കർ മുസ്ലിയാര് അവരുടെ ബാപ്പാന്റെ മുന്നിൽ പോയി നിൽക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്റെ ബാപ്പ പറയും. ബാപ്പ അവരൊക്കെ ഒരു കുടുംബ സുഹൃത്തായിരുന്നു. പറയും, ഞാന് EK ശംസുൽ ഉലമയുടെ വീട്ടിൽ പോയി ഒരു ആവശ്യത്തിന് അസം മുസ്ലിയാരെ കൂടെയാണ് പോയത് ബാപ്പുള്ള കാലത്ത്. അങ്ങനെ അവരെ പൂമുഖത്ത് കൊലായില് ബാപ്പാന്റെ കൂടെ ഇരിക്കുന്ന നേരത്ത് ബാപ്പ വിളിച്ചു, അബക്കറേ അബക്കറേ എന്ന് വിളിച്ചു. അപ്പോൾ പുറത്തുകൂടെ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് വായിൽ ഇങ്ങനെ പൊത്തി, ഓ ഓ ഓ എന്ന് പറഞ്ഞിങ്ങനെ വന്ന്
വന്ന് മുന്നിൽ കുറച്ചു നേരം നിന്നു. അപ്പൊ എന്തോ പറഞ്ഞിട്ട് അത് കേട്ട് അങ്ങനെ തന്നെ ബാക്കിലേക്ക് പോയി അത് തിരിഞ്ഞു പോവുകയും ചെയ്തു. ഇങ്ങനെയാണടാ ബാപ്പാനെ ബഹുമാനിക്കേണ്ടത്. എനിക്കൊരു കുത്തുവാണ്, അങ്ങനെയാണ് പറയാ. മനസ്സിലായില്ലേ? ഇങ്ങനെയാണടാ ബാപ്പാനെ ബഹുമാനിക്കേണ്ടത്. ഇതാണ് നമ്മൾക്ക് പഠിച്ച പാഠം. അതുകൊണ്ട് നമ്മൾക്ക് നമ്മളെ ബാപ്പാനോടുള്ള ബഹുമാനവും മാത്രം ഇന്ന് നിലനിർത്താൻ കഴിഞ്ഞു. അതേസമയം ഈ കെട്ട് നമുക്ക് പിൽക്കാലത്ത് പൊട്ടിയതുകൊണ്ട് ഈ ബാപ്പാന്റെ തോളത്തടിക്കാൻ, ബാപ്പ പറയുന്ന ആളെ ഞാൻ കെട്ടൂല എന്ന് പറയാൻ ആണിനും പെണ്ണിനും മടിയില്ല. ഇന്ന് ഒരു ബാപ്പയും മോളും ഭാര്യയും ഒരു കുടുംബം എന്റെ അടുത്ത് വന്നിരുന്നു ദാറുൽ ഖുർആനില്. എന്റെ ബാപ്പാൻ്റെത്, എന്റെ മോള് വേറൊരാളെ കല്യാണം കഴിക്കണം എന്ന് പറയാൻ എനിക്കതൊരിക്കലും യോജിക്കാൻ കഴിയൂല. അതുകൊണ്ട് ഉസ്താദ് ഒന്ന് പറഞ്ഞ് അത് ലെവലാക്കണം. എനിക്കറിയാം ഞാൻ പറഞ്ഞത് ലെവലാവൂല. എന്തുകൊണ്ട്? ബാപ്പാനോട് പറഞ്ഞാൽ ലെവലാവും. അങ്ങനെ പെണ്ണിനോട് സംസാരിച്ചപ്പോൾ ഒരിക്കലും ലെവലാവൂല എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ ബാപ്പാനോട് പറഞ്ഞു, എന്ത് ഇനിയിപ്പോ ഏതായാലും ഒളിച്ചു പോണതിന് മുമ്പ് നല്ല നിലക്ക് നിങ്ങൾ അങ്ങോട്ട് നല്ലാക്കി കളി. ബാപ്പാനോട് പറയാൻ പറ്റും, കാരണം ബാപ്പ പഴയ ബാപ്പയാണ്. മകളോട് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇങ്ങനെ ബാപ്പയെ അനുസരിക്കണം എന്ന നയം ഇപ്പോൾ ആർക്കില്ല, മക്കൾക്കില്ല. എന്തുകൊണ്ട്? കെട്ട് പൊട്ടി. ഇപ്പൊ ഈ സുന്നി കെട്ട് പൊട്ടണം എന്നാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത്.